കൊതുകിനോടുള്ള ഒരു ഇഷ്ടമാണ്. പക്ഷേ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊതുക് ജീവൻ നഷ്ടമായി കഴിയുമ്പോൾ കൊതുകിനെ ശേഖരിക്കുക, അതിനെ വേർതിരിച്ച് പേരൊക്കെ എഴുതി വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോയും ഉണ്ട്, കാണാം. इसके अलग ही शौक है. क्या शौक है भाई? भाई इसने मच्छर मार मार के. अरे क्या लिखा है? राकेश, ठीक है. टीओडी 10:07. पीओडी किचन में. डेट 18 मार्च. भाई क्यों? वाई? सबसे टॉप में देखो टिंकू. अच्छा, माई रूम 11 मार्च. टाइम ऑफ डेथ, प्लेस ऑफ डेथ और ये डेट. यार प्लीज हेजिटेट यार. ये कौन सा हुआ यार? ये तेरा हॉबी है तेरी? भाई एनिमल लवर है ये. एनिमल लवर है. इधर देख, इधर देख. इसके पास ना ये है रमेश. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു തമാശയ്ക്ക് പങ്കുവെക്കുന്നതാണ്. അഞ്ജലി, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഹോബി കണ്ടപ്പോൾ ഇങ്ങനെ ഹോബിയുള്ള ആളുകളുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും പൊതുവെ ആളുകൾക്ക് ഈ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത് കൊതുകുകളെ ഇഷ്ടമുള്ള ആരും ഉണ്ടാവില്ല. നമ്മൾ ഈ ഉറങ്ങി ഇങ്ങനെ ഒരു ഇമോഷനിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ചുറ്റും ഇങ്ങനെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നിവൃത്തികെട്ടായിരിക്കും ചിലപ്പോൾ ഈ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്തായാലും ഒരു കളക്ഷൻ തന്നെ. നമ്മൾ പണ്ട് സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊതുകിനെ കൂട്ടി ഒരു കളക്ഷൻ ചെയ്ത് വെച്ചേക്കാണ്, ഒരു ബുക്ക് പോലെ തന്നെ. അതിൽ ഒരു ബുക്ക് എടുത്തിട്ട് കോളമായിട്ട് വരച്ചിട്ട് പേരുകൾ സഹിതം എന്നാണ് ഇത്, എവിടെ വെച്ചാണ് ഇതിനെ കൊന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഇത് ചത്തത്, സമയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയ കാര്യം ഇതിനെല്ലാത്തിനും ഒരു പേരിട്ടിട്ടുണ്ടെന്നാണ്. ദിവിഷിനെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആ പേരുകൾ കേൾക്കുമ്പോൾ കുറച്ചൊരു കൗതുകം, ഒരു ചൈൽഡിഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇന്നത്തെ പറയല ഒരു പുക്കി സ്റ്റൈൽ എന്നൊക്കെ പറയാം. ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. സിഗ്മ ബോയ്, രമേശ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ പലരും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. ഇതൊക്കെയാണോ റെക്കോർഡെന്ന് തോന്നിപ്പോകും. പക്ഷേ ആളുകളുടെ ഇഷ്ടങ്ങളല്ലേ, പല വിധത്തിൽ ഭ്രാന്തമായ ചിന്തകളിലൂടെയൊക്കെ ആളുകൾ പോകും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ രസമായിട്ട് എടുക്കാം. ശരി അഞ്ജലി, കാണാം.